ശശി തരൂരിന്റെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും തള്ളാതെ നിൽക്കുകയാണ് കോൺഗ്രസ് എം പി. ഇടതുപക്ഷ ആശയങ്ങൾ സ്വീകരിക്കുന്ന ആർക്കും ഇടതുമുന്നണിയിലേക്ക് വരാമെന്ന പ്രസ്താവനയിലൂടെ LDF കൺവീനർ TP രാമകൃഷ്ണൻ തരൂരിന് പരവതാനി വിരിച്ചു കഴിഞ്ഞു. AK സെന്ററിലേക്ക് ശശി തരൂർ നടന്നു കയറുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ശശി തരൂർ CPM-ന് കൈകൊടുത്താൽ അത് പാർട്ടിക്ക് ക്ഷീണമാകുമെന്ന് ചില നേതാക്കൾ പറയുന്നുണ്ട്. എന്നാൽ ശശി തരൂർ CPM-ലേക്ക് പോയാൽ അത് കോൺഗ്രസിന് കൂടുതൽ നേട്ടമെന്നാണ് തിരുവനന്തപുരം DCC-യിലെ പലരും അനുമാനിക്കുന്നത്. എന്നാൽ ശശി തരൂർ കോൺഗ്രസിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്നത് ഉറപ്പാണ്. കാരണം ഇക്കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി നേരിട്ട് ഇടപെട്ടതോടെയാണ് തരൂർ കോൺഗ്രസിന് വിധേയനായത്. ഇതോടെ ഇടതുപക്ഷ മധ്യസ്ഥനായി എത്തിയ വ്യവസായിയോട് ശശി തരൂർ നോ പറഞ്ഞുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ ക്യാബിനറ്റ് റാങ്കോടെ ഡൽഹിയിൽ ഒരു പദവിയാണ് പ്രിയങ്ക ഓഫർ ചെയ്തത്. അതുകൊണ്ട് തന്നെ തരൂർ നിലവിൽ ഇടതുപക്ഷവുമായി കൈകൊടുക്കില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ അവസാന നിമിഷം പഠിക്കൽ കലമുടയ്ക്കുന്നത് പോലെയായിരിക്കും ഇടതുപക്ഷ പ്രവേശനമെന്ന ബോധ്യം തരൂരിനുണ്ട്. അതുകൊണ്ട് തൽക്കാലം ശശി തരൂരിന് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ആശ്രയ കേന്ദ്രം വേറെയില്ല. നേരത്തെ കോൺഗ്രസിൽ അതൃപ്തനായി നിൽക്കുന്ന പ്രവർത്തക സമിതി അംഗം ശശി തരൂർ CPIM-മായി അടുക്കുമെന്ന പ്രചാരണം ശക്തമായിരുന്നു. ദുബായിലെ ഒരു മലയാളി വ്യവസായി തരൂരിനെ CPIM-ലേക്ക് എത്തിക്കാൻ ചർച്ച നടത്തുന്നുണ്ടെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ തരൂർ ഇപ്പോൾ ദുബായിലാണ്. കേരളത്തിലെ പ്രധാന CPM നേതാക്കളും തരൂർ പാർട്ടിയിലേക്ക് വരുന്നതായി സൂചന നൽകുന്നില്ല. ദേശീയ സംസ്ഥാന നേതൃത്വവുമായി ഏറെക്കാലമായി തരൂർ അകഴ്ചയിലാണ്. എന്നാൽ തരൂരിനെതിരെ നടപടിയെടുക്കാനോ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള വിലക്കേർപ്പെടുത്താനോ കോൺഗ്രസ് ഹൈക്കമാൻഡ് ശ്രമിച്ചിട്ടില്ല. പാർട്ടി നടപടിയെടുത്ത് രക്തസാക്ഷി പരിവേഷം തരൂരിനെ ഉണ്ടാക്കേണ്ടതില്ലെന്നാണ് പാർട്ടിയുടെ തീരുമാനം. K മുരളീധരൻ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ തരൂരിന്റെ നിലപാടിനെ പരസ്യമായി വിമർശിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി കോൺഗ്രസ് കൊച്ചിയിൽ സംഘടിപ്പിച്ച മഹാപഞ്ചായത്തിൽ അവഗണന നേരിട്ടുവെന്നതാണ് തരൂരിന്റെ പരാതി. രാഹുൽ പങ്കെടുത്ത പരിപാടിയിൽ വേദിയിലുണ്ടായിരുന്നിട്ടും തരൂരിന്റെ പേര് പോലും പരാമർശിച്ചില്ലെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. വരുന്ന വാർത്തകളിൽ തെറ്റും ശരിയും ഉണ്ടാകുമെന്നും തനിക്ക് പറയാനുള്ളത് പാർട്ടി വേദിയിൽ പറയുമെന്നുമായിരുന്നു ഇതേക്കുറിച്ച് തരൂരിന്റെ പ്രതികരണം. കോൺഗ്രസ് നേതൃത്വവുമായി തരൂരിന്റെ കൂടിക്കാഴ്ചയും ചർച്ചയുമൊന്നും ഇതുവരെ നടന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ പരാതി കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നില്ലെന്ന തോന്നൽ ഇതോടെ ശക്തിപ്പെട്ടിരുന്നു. കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി അകഴ്ച പാലിക്കുന്ന ശശി തരൂർ CPM-ൽ ചേർന്നേക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ പരന്നത്. അദ്ദേഹത്തിന്റെ ദുബായ് സന്ദർശനത്തിൽ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനുമായി ചർച്ച നടത്തുമെന്നും പ്രചരണം നടന്നിരുന്നു. ശശി തരൂർ ഇടതുപക്ഷ നിലപാടുകൾ സ്വീകരിച്ചാൽ അദ്ദേഹവുമായി ചർച്ച നടത്താൻ ഒരുക്കമാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുകയും ചെയ്തു. എന്നാൽ പ്രിയങ്ക ഇടപെട്ടതോടെ തീരുമാനം മാറ്റിയിരിക്കുകയാണ് തരൂർ.